ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സുപ്രധാന നിയമങ്ങൾ അല്ലേ, 10th ലെവൽ മുതൽ +2 ലെവൽ വരെയുള്ള നിങ്ങളുടെ എല്ലാ പരീക്ഷകളുടെയും സിലബസിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇമ്പോർട്ടൻ്റ് ആക്ട്, സുപ്രധാന നിയമങ്ങൾ. ആ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു സെക്ഷനാണിത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് തന്നെ സ്വാഗതം. നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് തന്നെ കടക്കാമല്ലോ. ചോദ്യം ഇതാണ്: 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ് അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ ഒരു ഉപഭോക്താവ്, ഓപ്ഷൻ ബി ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, ഓപ്ഷൻ സി സർക്കാർ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ആർക്കും നൽകാം. ആർക്കായിരിക്കും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ കഴിയുന്നത്? ഇവിടുത്തെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം ഉത്തരം കമന്റ് ചെയ്ത് ഏതായിരിക്കും? അതെ, ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ആർക്കും എന്നതാണ് ശരി ഉത്തരം. അപ്പോ കൺസ്യൂമർ ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച ഏതെങ്കിലും തർക്കമോ ആക്ഷേപമോ പരാതിയോ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. ആ ഉപഭോക്താവിന് മാത്രമല്ല, ഉപഭോക്താവിന് വേണ്ടി മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ആർക്കും, ഇത് മാത്രമല്ല കുറെ ആളുകൾക്ക് പരാതി കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഓരോ വാക്കിന്റെ ആരാണ് കംപ്ലൈനന്റ്, പരാതിക്കാരൻ ആരാണ്, ഒരു ഉപഭോക്താവ് ആരാണ് തുടങ്ങിയ ഡെഫിനിഷൻസ് എല്ലാം പറയുന്ന ഒരു വലിയ നിയമമാണ് ഏത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം ഉദ്യോഗാർത്ഥികളെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ മാസം 30. 2019 ജൂലൈ 30 ലോകസഭ പാസ്സാക്കി. രാജ്യസഭയാകട്ടെ 2019 ഓഗസ്റ്റ് 6 പാസ്സാക്കിയത്. ഓഗസ്റ്റ് 6, 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസ്സാക്കി. അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എ ബിൽ ബിക്കെയിം ആൻ ആക്ട് ഓൺലി വിത്ത് ദി അസെന്റ് ഓഫ് ദി പ്രസിഡന്റ് അല്ലെ. രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബിൽ എന്തായി മാറൂ? നിയമമാകൂ. അപ്പൊ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 9. ഇനിയോ ഈ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന ഡേറ്റ് പറഞ്ഞ് 2020 ജൂലൈ 20 നിലവിൽ വന്നു. ഈ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ 8, വകുപ്പുകൾ 107. 8 അധ്യായങ്ങളിലായി 107 വകുപ്പുകൾ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായൊരു നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ചോദ്യം ഈ പരാതി കൊടുക്കാവുന്നത് ആർക്കെന്നാണ്. ഓർമ്മയുണ്ടോ ആ ചോദ്യം നിങ്ങൾക്ക്? പരാതി കൊടുക്കാൻ കഴിയാവുന്നത് ആർക്കെന്നാണ്. അപ്പം പരാതിക്കാരന്റെ നിർവചനം പ്രതിപാദിക്കും. അപ്പൊ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമ്മളത് പറയുകയാണ്. പെട്ടെന്ന് കേൾക്കുക. പരാതിക്കാരൻ, കംപ്ലൈനന്റ്. ആരാണ് ഒരു പരാതിക്കാരൻ? നോക്കുക. ഒന്നുകിൽ ഒരു ഉപഭോക്താവ് തന്നെ ആകാം പരാതിക്കാരൻ, അല്ലെങ്കിലോ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ, അതായത് ഇന്ത്യയിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഉപഭോക്തൃ അസോസിയേഷൻ ആകാം, അല്ലെങ്കിലോ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ആകാം. കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ആകാം. അതുമല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് വേണ്ടി മറ്റൊരു ഉപഭോക്താവാകാം. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ ഉപഭോക്തൃ സംഘടനയാകാം, കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി ആകാം, സംസ്ഥാന ഉപഭോക്തൃ അതോറിറ്റി ആകാം. ഒരു ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശി ഉണ്ടോ? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയാകാം, അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേഷൻ ആകാം, നിയമപരമായ പ്രതിനിധി. ഇവരെല്ലാം എന്താണ്? പരാതിക്കാരനാകാം. ഇനി ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിലോ, ഒരു കൺസ്യൂമർ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ രക്ഷകർത്താവോ മാതാപിതാക്കളോ നിയമപ്രകാരമുള്ള രക്ഷകർത്താക്കളോ ഒക്കെ ആകാം പരാതിക്കാരൻ. അപ്പൊ ഇതാണ് ഓർത്തിരിക്കുക. അപ്പൊ പരാതിക്കാരന്റെ നിർവചനം പ്രതിപാദ്യം. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം
ഒരു ഉപഭോക്താവ് കൺസ്യൂമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്. ആരാണ് കൺസ്യൂമർ, ആരാണ് പരാതിക്കാരൻ, ഉപഭോക്തൃ കോടതി എന്താണ്, ഇതെല്ലാം പറയുന്ന ഭാഗം ഡെഫനിഷൻ എന്ന നിർവചനം അല്ലെ. അധ്യായം 2 നിർവചനങ്ങളെ സെക്ഷൻ 2 നിർവചനങ്ങളെ പറ്റി പ്രതിപാദിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ കംപ്ലൈനന്റ് ആരാണ്, പരാതിക്കാരന് കിട്ടിയല്ലോ. ആരാകാം, ഒരു ഉപഭോക്താവാകാം, അല്ലെങ്കിലോ ഇന്ത്യയിൽ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഉപഭോക്തൃ അസോസിയേഷൻ ആകാം, അല്ലെങ്കിൽ ആരാകാം, ഒരു ഉപഭോക്താവിന് വേണ്ടി അയാളുടെ നിയമപരമായ അവകാശിയോ, ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ അയാളുടെ നിയമപരമായ അവകാശിയോ അല്ലെങ്കിൽ അയാളുടെ നിയമപരമായ പ്രതിനിധിയോ ആകാം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആകാം, സംസ്ഥാന ഗവൺമെന്റ് ആകാം, കേന്ദ്ര അതോറിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഉപഭോക്തൃ അതോറിറ്റി ആകാം, സംസ്ഥാന ഉപഭോക്തൃ അതോറിറ്റി ആകാം, അല്ലെങ്കിൽ ഉപഭോക്താവ് മൈനർ ആണെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ അയാൾക്ക് വേണ്ടി അയാളുടെ രക്ഷകർത്താവോ, നിയമപരമായ രക്ഷകർത്താവോ, മാതാപിതാക്കളോ ഒക്കെ ആകാം എന്ന കാര്യം കൂടി നമ്മളവിടെ ഓർത്തിരിക്കുക. ഓക്കെയാണല്ലോ പറഞ്ഞത്. അതുപോലെ ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കളിൽ നിന്ന് ഒന്നോ അതിലധികം ഉപഭോക്താക്കൾ, ഇവരെല്ലാം കംപ്ലൈനന്റ് ആകാം, പരാതിക്കാരനാകാം. ഇനി ആരാണ് ഒരു ഉപഭോക്താവ്? കൺസ്യൂമർ എന്നാൽ എന്ത്? ഉപഭോക്താവ് അല്ലെ. എന്താണ് ഉപഭോക്താവിന്റെ നിർവചനം പറയുക? പണം നൽകിയോ അല്ലെങ്കിൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ, ഭാഗികമായി പണം നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുക. ഉപഭോക്താവ് പണം നൽകിക്കൊണ്ടോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ അല്ലെ. പണമില്ല, പണം നാളെ തരാം അല്ലെ, ക്രെഡിറ്റ് ആയിട്ട് വാങ്ങുന്നവർ. അല്ലെങ്കിലോ ഭാഗികമായി പണം നൽകുന്നു, കുറച്ച് പണം കൊടുക്കുന്നു, പകുതി പൈസ കൊടുക്കുന്നു, പകുതി പിന്നീട് തരാം, ക്രെഡിറ്റ് ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയോ അല്ലെങ്കിൽ മുഴുവൻ സമയവും മുഴുവൻ പണവും പിന്നീട് തരാമെന്ന വാഗ്ദാനത്തിലോ ഒക്കെ തന്നെ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് പറയേണ്ടത്? നമ്മള് ഉപഭോക്താവ്, കൺസ്യൂമർ എന്ന് പറയേണ്ടത്. എന്നാൽ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഒരു സാധന സേവനം വാങ്ങി മറച്ചു വിൽക്കാൻ വേണ്ടിയിട്ടോ, അതായത് പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടോ, വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെയാണ് സാധന സേവനം വാങ്ങുന്നതെങ്കിൽ അയാളെ ഒരിക്കലും ഉപഭോക്താവ്, കൺസ്യൂമർ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഓർത്തിരിക്കുക, സാധന സേവനങ്ങൾ പണം കൊടുത്തോ അല്ലാതെയോ വാങ്ങി ഉപയോഗിക്കുന്ന, നേരിട്ട് കൊടുക്കാവുന്ന വാഗ്ദാനത്തിലോ വാങ്ങി ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവാണെന്നാൽ ആര് ഉപഭോക്താവല്ല. ശ്രദ്ധിക്കുക. എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഉണ്ടോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധന സേവനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ആരായിട്ട് കണക്കാക്കാൻ കഴിയില്ല? ഉപഭോക്താവായി കണക്കാക്കാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി കൺസ്യൂമർ റൈറ്റ്സ്, ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റി പറയുന്നു അല്ലെ. എന്താണ് ഉപഭോക്തൃ അവകാശങ്ങൾ? ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അപകടകരമായേക്കാവുന്ന വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശം. ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഹാനികരമായേക്കാവുന്ന, ജീവനും സ്വത്തിനും അപകടകരമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഉപഭോക്തൃ അവകാശങ്ങളിൽ ഒന്നാണ്. ഉണ്ടോ? മറ്റൊരു അവകാശമാണ് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിനായി സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, പരിശുദ്ധി, വില തുടങ്ങിയവ അറിയാനുള്ള അവകാശം. ഉണ്ടോ? അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും സ്വയം പരീക്ഷിക്കപ്പെടാൻ ഓരോ ഉപഭോക്താവിനും ഇനി പറയുന്ന കാര്യങ്ങൾ അറിയാൻ അവകാശമുണ്ട്. എന്താണ്? വസ്തുക്കളുടെ ഗുണനിലവാരം, പിന്നെ അതിന്റെ പരിശുദ്ധി, അളവ്, തൂക്കം, വില, ഇവയെല്ലാം അറിയാൻ ഉപഭോക്താവിന് അവകാശമുണ്ട്. അപ്പൊ ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടുന്ന രണ്ടാമത്തെ അവകാശമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല. ഏതൊക്കെയാ? ഒരു വസ്തുവിന്റെ ഗുണനിലവാരം, പിന്നെ ആ വസ്തുവിന്റെ വില, ആ വസ്തുവിന്റെ അളവ്, തൂക്കം അല്ലെ, ക്വാളിറ്റി, ഇതെല്ലാം അറിയാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനുണ്ട്. അടുത്ത ഒരു അവകാശമാണ് വൈവിധ്യമാർന്ന ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മത്സരാധിഷ്ഠിത വിലകളിൽ പ്രവേശനം സാധ്യമാകുന്നിടത്തെല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെ. മത്സരാധിഷ്ഠിത സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കുക. അതായത് ഒരേ വസ്തു, ഒരേ കമ്മോഡിറ്റി ഒന്നിലധികം കടകളിലുണ്ട് അല്ലെ. അവിടങ്ങളിലെല്ലാം മത്സരാധിഷ്ഠിത വിലകളാണ്. ചിലയിടത്ത് ഓഫറുണ്ട്, ചിലയിടത്ത് 10 രൂപ കുറവാണ്, ചിലയിടത്ത് പകുതി പൈസയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമുക്ക് ഇങ്ങനെ സാധ്യമാകുന്നിടത്തെല്ലാം നമുക്ക് വസ്തുക്കൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഒരാൾ പറയാണ് എന്റെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ കഴിയൂ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ലംഘനമാണ്. ഉപഭോക്താവിന്റെ അവകാശമാണ് വൈവിധ്യമാർന്ന ചരക്കുകളോ സേവനങ്ങളോ മത്സരാധിഷ്ഠിത വിലകളിൽ പ്രവേശനം സാധ്യമാകുന്നിടത്തെല്ലാം
തിരഞ്ഞെടുക്കുവാൻ ഉള്ള അവകാശമാണ് മറ്റൊരു അവകാശം. ഇനി ഉപഭോക്തൃ അവകാശങ്ങൾ എന്ന് പറയുന്നതിൽ അടുത്ത ഒന്നാണ് ഉചിതമായ വേദികളിൽ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പു നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ള അവകാശം. ഉചിതമായ വേദികളിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ താല്പര്യങ്ങൾ കേൾക്കുന്നതിനും ഉറപ്പു നൽകുന്നതിനും അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ള അവകാശമാണ് മറ്റൊരു അവകാശമായിട്ട് ഓർത്തിരിക്കുക. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 2(9). അപ്പൊ ഉപഭോക്തൃ അവകാശങ്ങളുടെ നിർവചനം, ഡെഫിനിഷൻ പ്രതിപാദിക്കുന്ന വകുപ്പ് 2 ക്ലോസ് 9 ആണ്. അപ്പൊ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങളുടെ ഡെഫിനിഷൻ, നിർവചനം പറയുന്നത്? 2(9)ലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നോക്കുക, ഉപഭോക്തൃ അവകാശങ്ങൾ പെടുന്നത് ഏതൊക്കെയാണ്? ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 2(9) എന്തൊക്കെയാണ് പറഞ്ഞേ? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നിങ്ങൾ കേട്ടില്ലേ പരസ്യം? ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന പരസ്യമായി ഞാൻ കേട്ടിട്ടില്ലേ? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വാചകം. അതുപോലെയാണ് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ, ചൂഷണം എന്നിവയ്ക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായ വ്യാപാര സമ്പ്രദായം, ചൂഷണങ്ങൾ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള അന്യായമായ അതിൽ നിന്നെല്ലാം പരീക്ഷിക്കപ്പെടാൻ അവകാശമുണ്ട്. അതുപോലെ ഉചിതമായ വേദികളിൽ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും ഉപഭോക്താവിന് അവകാശമുണ്ട്. വൈവിധ്യമാർന്ന ചരക്കുകളോ സേവനങ്ങളോ മത്സരാധിഷ്ഠിത വിലകളിൽ പ്രവേശനം സാധ്യമാകുന്നിടത്തെല്ലാം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പെടുന്നതാണ്. അതായത് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും സ്വയം പരീക്ഷിക്കപ്പെടാനായ ഒരു വസ്തുവിന്റെ അളവ് തൂക്കം, ഗുണനിലവാരം, ആ വസ്തുവിന്റെ വില, ആ വസ്തുവിന്റെ പ്രധാനപ്പെട്ട സേവനങ്ങളുടെയും പരിശുദ്ധി, ഇതെല്ലാം തിരിച്ചറിയാൻ അല്ലെങ്കിൽ അറിയാൻ ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. അതുപോലെ ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ, സാധന സേവനങ്ങളുടെ വ്യാപാര വിപണനത്തിൽ നിന്നും പരീക്ഷിക്കപ്പെടാനുള്ള അവകാശം. ഇത്രയുമാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത്രയുമാണ് നമ്മൾ ആ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനായി പറയുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന വിലയിരുത്തുക. നമുക്കറിയാം മനുഷ്യാവകാശത്തിന്റെ കാവൽ നായ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെട്ട ഒന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതിന്റെ സ്ട്രക്ചർ, ഘടനയെ കുറിച്ചാണ് ഈ ചോദ്യം. 1. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. 2. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായി വരുന്നു. 3. മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. 4. മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. 1, 2, 4 ശരി, 3, 4 ശരി, 1 മുതൽ 4 വരെ ശരി, 1ഉം 2ഉം മാത്രം ശരി. ഏതായിരിക്കും ശരി ഉത്തരം? നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ചോദ്യം. 1. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. ശരിയാണോ തെറ്റാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാൾ ഇതിന്റെ ചെയർമാൻ ആയിരിക്കാൻ യോഗ്യനാണ്. ശരിയാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായി വരുന്നു. അതും ശരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരാൾ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാളും എന്താണ് അംഗങ്ങളായി വരുന്നു. 2ാമത്തെ പ്രസ്താവന ശരിയാണ്. ഉണ്ടോ? ഇനി 3 നോക്കിക്കേ. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. ശരിയാണോ? അല്ല. കാരണം എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത് പ്രധാനപ്പെട്ട മൈനോറിറ്റി അല്ലെങ്കിൽ വൾനറബിൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വീക്കർ സെഷൻസ് ആയിട്ടുള്ള കമ്മിറ്റികളുടെ എല്ലാം, കമ്മീഷൻസിന്റെ എല്ലാം ചെയർമാൻമാരാണ് എക്സ് ഒഫീഷ്യോ. ഉദാഹരണത്തിന് ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ ഉണ്ടോ? ഇങ്ങനെയുള്ള വനിതാ കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാരാണ് എക്സ് ഒഫീഷ്യോ. അതുകൊണ്ട് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. 3 തെറ്റ്. ഓക്കെ ആണോ? 4 നോക്കുക. മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു.
ഈ പ്രസ്താവന ഭാഗികമായി ശരിയാണ്, പക്ഷേ പൂർണ്ണമായും തെറ്റാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അറിവും പ്രായോഗിക പരിചയമുള്ള ആളുകൾ അംഗങ്ങളായി വരുന്നുണ്ട്, പക്ഷേ 2 പേരല്ല വരേണ്ടത്. എത്ര പേരാണ് ഇവിടെ? 2 പേരെന്ന് കൊടുത്തേക്കുന്നുണ്ടോ? 3 പേരാണ്. 3 പേരായിരുന്നു വരേണ്ടത്. 3 എന്നായിരുന്നെങ്കിൽ ഇത് ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റ്. അപ്പൊ 1ഉം 2ഉം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഏതാ? ഓപ്ഷൻ ഡി, 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ശരി. മനസ്സിലായോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. നിങ്ങൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കറിയാം, അതിലെ അംഗങ്ങൾ, അതിന്റെ അംഗങ്ങളുമായി ഘടനയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 3(2). ഓർത്ത് വെക്കണേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 3(2) ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 6 പേര്. എത്ര പേരാണ്? 5+1, 5 സ്ഥിരാംഗങ്ങളും 1 ചെയർപേഴ്സൺ. അങ്ങനെ 6 പേരാണ് ആകെ അംഗങ്ങൾ. ചെയർപേഴ്സൺ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി പദവിയിലിരുന്ന ഒരു വ്യക്തി. അതായത് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിരുന്ന ഒരാളായിരിക്കണം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി ബാക്കിയുള്ള 5 അംഗങ്ങളോ? 5 അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിരിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരംഗമാണ് 5 പേരിൽ 1ാമത്തെ അംഗം. 2ാമത്തെ അംഗം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരംഗം. ഉണ്ടോ? ഇന്ത്യയിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരംഗമാണ് അടുത്തൊരംഗം. അപ്പോ 2 പേരായില്ലേ 5 പേരിൽ? ബാക്കി എത്രയുണ്ട്? 3 പേർ. ബാക്കിയുള്ള 3 പേർ മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 3 പേരായിരിക്കണം. ആ 3ൽ ഒരാൾ വനിതയുമായിരിക്കണം. ഇതാണ് ഘടന. മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക്? അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 3(2). ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞേ 6. 5+1 = 6. ചെയർമാന്റെ യോഗ്യത ആരായിരിക്കണം? ചെയർമാൻ ഒന്നുകിൽ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിരിക്കും ചെയർമാൻ. ബാക്കിയുള്ള 5 അംഗങ്ങൾ ആരെല്ലാം? 1ാമത്തെ അംഗം ഇന്ത്യയിലെ മുൻ സുപ്രീം കോടതി ആരാണ്? ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടുള്ള ഒരാൾ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടുള്ള ഒരാൾ. 5 അംഗങ്ങളുണ്ട് അതിലെ. അതിലൊന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരംഗം. നിലവിലെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിട്ടുള്ള ഒരംഗമാണ് 1ാമത്തെ അംഗം. 2ാമത്തെ അംഗമോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിലെ നിലവിലെ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ഒരാൾ 2ാമത്തെ അംഗം. ബാക്കിയുള്ള 3 പേർ മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 3 പേരാണ്. ഈ 5 പേരിൽ ഈ അവസാനം പറഞ്ഞ 3 പേരിൽ നിർബന്ധമായി ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. ഇതാണ് ഘടന. മനസ്സിലാവുന്നുണ്ടോ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരല്ല? നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയപ്പെട്ട മൈനോറിറ്റി അല്ലെങ്കിൽ വൾനിയറബിൾ അല്ലെങ്കിൽ വീക്കർ സെഷൻസ് എന്നൊക്കെ അറിയപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റികളുടെ കമ്മീഷൻസിന്റെ ചെയർമാൻമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. നോക്കാം. എക്സ് ഒഫീഷ്യോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാം? 1. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. 2. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ. 3. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർപേഴ്സൺ. പിന്നെയോ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ. പിന്നെയോ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. പിന്നെയോ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. പിന്നെയോ ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ. ഇത്രയും പേരടങ്ങുന്നതാണ് എന്നറിയപ്പെടുന്നത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ചുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അവസാനമായി ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഈ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇവിടെ പ്രതിപാദിച്ചത് സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗമാണ്. നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മികച്ച ക്ലാസ്സുകൾ നിങ്ങളുടെ ആപ്പിൽ ലഭ്യമാണ്. സൗജന്യമായി ക്ലാസ്സുകൾ ലഭിക്കാനും അതുപോലെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.